بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾക്കും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ആദരപൂർവ്വം വഴിപ്പെട്ട് മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും പരമാവധി പരിശ്രമിക്കുകയും നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നെയും നിങ്ങളെയും. അള്ളാഹു നമ്മളെ അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂടെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഹുദൈബിയ സന്ധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിൻ്റെ 6-ാം വർഷത്തിൽ നടന്ന പരിശുദ്ധ ഖുർആൻ വിജയങ്ങളുടെ വിജയം എന്ന് വിശേഷിപ്പിച്ച ഒരു സംഭവമാണ്. ഉംറ ചെയ്യുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നം കാണുകയും 1400ഓളം സ്വഹാബികളോടൊത്ത് ഉംറയ്ക്കു വേണ്ടി മക്കയിൽ നിന്ന് മദീനയിലേക്ക്, മദീനയിൽ നിന്ന് മക്കയിലേക്ക് നബി സ്വഹാബത്തോടൊപ്പം വരികയും ചെയ്തു. മക്കയുടെ സമീപ പ്രദേശമായ ഹുദൈബിയയിൽ വെച്ച് ഖുറൈശികൾ മുസ്ലിമീങ്ങളെ തടഞ്ഞു. ഒരു കാരണവശാലും മക്കയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നവർ ശാഠ്യം പിടിച്ചു. അവസാനം ഖുറൈശികൾക്കും മുസ്ലിമീങ്ങൾക്കുമിടയിൽ അനുരഞ്ജന സംഭാഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു.
തുടർച്ചയായി 3 ദിവസങ്ങൾ മക്കക്കാരുടെ പല പ്രതിനിധികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചർച്ച ചെയ്തു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളുടെ പ്രതിനിധിയായി മക്കയിൽ പോയിട്ടും ചർച്ചകൾ നടത്തി. അതിൽ മക്കക്കാരുടെ പ്രതിനിധിയായി വന്ന ഒരാള് ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി ആയിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹുദൈബിയയിൽ മണിക്കൂറുകളോളം ചെലവഴിച്ചു. തിരിച്ച് സ്വന്തം നാട്ടിൽ പോയിട്ട് മക്ക ഖുറൈശികളെ വിളിച്ചുകൂട്ടിയിട്ട് അദ്ദേഹം നടത്തുന്ന ഒരു സംസാരമുണ്ട്. അദ്ദേഹം പറയാണ്, ഐ അൽ ഖൗം, ജനങ്ങളെ, ലഖദ് വഫദ്തു അലൽ മുലൂക്കി, ഞാൻ ഒരുപാട് രാജാക്കന്മാരെ കണ്ടിട്ടുണ്ട്. ഒരുപാട് രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിൽ ഞാൻ സന്ദേശവാഹകനായി പോയിട്ടുണ്ട്. അലാ കിസ്റ വ കൈസർ വ നജാഷി, റോം, പേർഷ്യൻ, അബിസീനിയൻ ചക്രവർത്തിമാരുടെയൊക്കെ അരികിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ വല്ലാഹി മാ റഅയ്തു മലികൻ യുഅല്ലിമുഹു അസ്ഹാബഹു മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അനുയായികൾ ആദരിക്കുന്നത് പോലെ, ബഹുമാനിക്കുന്നത് പോലെ, സ്നേഹിക്കുന്നത് പോലെ ഒരു നേതാവിനെയും ഒരു ഭരണാധികാരിയെയും അയാളുടെ അനുയായികൾ ആദരിക്കുന്നതും സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം പറയാണ്, വൈദാ തവല്ലഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളു എടുക്കാൻ തീരുമാനിച്ചാൽ നബിയുടെ ഒളുവിന്റെ അവയവങ്ങളിലൂടെ ഒഴുകി വരുന്ന വെള്ളം സ്വന്തമാക്കാൻ വേണ്ടി കാതു യഖ്തതിലൂന അലാ വളൂഇഹി, ആ വെള്ളം സ്വന്തം കൈകളിലേക്ക് എടുക്കാൻ, മണ്ണിലേക്ക് വീഴാതെ സ്വന്തം കൈകളിലേക്ക് എടുക്കാൻ വേണ്ടി അവർ ബഹളം കൂട്ടുമായിരുന്നു. വൈദാ അമറഹും ഇബ്തദറു ബി അംരിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒരു കാര്യം തൻ്റെ കൂട്ടുകാരോട് നിർദ്ദേശിച്ചാൽ അത് മറ്റുള്ളവർക്ക് മുമ്പേ ഞാൻ നടപ്പാക്കാൻ ശ്രമിക്കുമെന്ന് അവർ ധൃതി മത്സരിക്കുമായിരുന്നു. വൈദാ തക്കല്ലമ ഖഫിളു അസ്വാതഹും ഇൻദ, നബി സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരത്തിന് തടസ്സമുണ്ടാക്കുന്ന രൂപത്തിൽ ഒരാളുടെയും ശബ്ദമുയരാതെ അവർ ചെവി കൂർപ്പിച്ച് നിശബ്ദത പാലിക്കുമായിരുന്നു. വമ യുഹിദ്ദൂന ഇലൈഹി നളറ തഅളീമൻ ലഹു, നബിയെ അവരൊന്ന് സൂക്ഷിച്ച് നോക്കുക പോലുമില്ലായിരുന്നു ആദരവ് കൊണ്ട്. ഇത് പറയുന്നത് ശത്രുപക്ഷത്തിന്റെ നേതാവാണ്. അനുയായികൾ എങ്ങനെയായിരുന്നു തൻ്റെ നേതാവിനെ, തങ്ങളുടെ നേതാവിനെ കണ്ടിരുന്നത്, സമീപിച്ചിരുന്നത്, ആദരിച്ചിരുന്നത് എന്നതാണ് ഈ പറയുന്നത്. പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, റബീഉൽ അവ്വൽ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്, മനസ്സിലാക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കാനുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാണ് മുൻഗാമികൾ കണ്ടതും ആദരിച്ചതും സമീപിച്ചതും, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പെരുമാറിയത് എന്ന് പഠിക്കാനുള്ളതാണ് നമുക്ക്. എന്നിട്ട് അത് അനുവർത്തിക്കാനുള്ളതാണ്. ശുദ്ധ ഖുർആൻ പറയും, യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദി, നിങ്ങൾ പരസ്പരം ഒച്ചയെടുത്ത് സംസാരിക്കുന്നത് പോലെ നബിയോട് നിങ്ങൾ ഒച്ചയെടുത്ത് സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിച്ചാൽ തഹ്ബത അഅമാലുക്കും വഅൻതും ലാ തശൂറു, നിങ്ങൾ അറിയാതെ നിങ്ങൾ ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങളുടെ ഫലമില്ലാതെയാകും. തൊട്ടടുത്ത ആയത്തിൽ കാണാം, ഇന്നല്ലദീന യഗ്ളൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി,
ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് സദസ്സിൽ ശബ്ദമൊതുക്കി വെക്കാൻ ആർക്ക് കഴിയുന്നുവോ അവർ തഖ്വയുടെ പരീക്ഷണത്തിൽ വിജയിച്ചവരാണ് എന്ന്. ഇനിയൊരായത്തിൽ കാണാം, സൂറത്ത് ഹുജറാത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കത്തിലോ മറ്റ് സംസാരത്തിലോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഒച്ചയും കുളിയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വിളിച്ചിറക്കരുത്. സ്വമേധയാ ഉറങ്ങുകയാണെങ്കിൽ ഉറക്കമുണർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തു വരുന്നത് വരെ നിങ്ങൾ കാത്തു നിൽക്കണം. വലൗ അന്നഹു സ്വബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും. കാത്തു നിൽക്കലാണ് നിങ്ങൾക്ക് ഉത്തമം എന്നൊക്കെ ഖുർആൻ പറയുന്നത് കേൾക്കാം. ആ സമുദായം, അതായത് സ്വഹാബത്ത്, അവരോടാണല്ലോ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെയൊക്കെയാവണം എന്ന് പറഞ്ഞത്. അവർ പുലർത്തിയ നിലപാടാണ് നമ്മൾ ഇപ്പോൾ ശത്രു നേതാവിന്റെ നാവിലൂടെ കേട്ടത്. ഇനി നോക്കൂ, അബൂ ഖത്താദത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറയും. ഒരു യുദ്ധയാത്രയാണ്, മരുഭൂമിയിലൂടെയാണ്, നല്ല ചൂടുള്ള സമയമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന് പകലും ഇന്ന് രാത്രിയും നമ്മൾ നിർത്താതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും, അടുത്ത പകലിലാണ് നമുക്ക് വിശ്രമമുള്ളത് എന്ന്. അവർക്കൊരു തടസ്സമില്ല, ആയിക്കോട്ടെ നബിയെ. അങ്ങനെ അവർ പോയി. പകൽ പിന്നിട്ടു, രാത്രി ഒരുപാടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കഴുതപ്പുറത്താണ് യാത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ ഉറക്കം വന്നു തുടങ്ങി. ഇടക്കിടക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചായാനും ചെരിയാനും തുടങ്ങി. നബിയുടെ കൂടെ യാത്ര ചെയ്യുന്ന സ്വഹാബികളിൽ ഒരാൾ അബൂ ഖത്താദത്തുൽ അൻസാരി തന്റെ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് അതിനെ കൂട്ടുകാരന്റെ കൈ കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഹനത്തിന്റെ കഴുതക്കുട്ടിയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ കാലിങ്ങനെ അകത്തി വെച്ച് നബിയുടെ ശരീരത്തിന് അപ്പുറവും ഇപ്പുറവും കൈ ഇങ്ങനെ പിടിച്ചിട്ട് നബിയെ തൊടാതെ ഇങ്ങനെ നടന്നു. നബി ഇങ്ങനെ വീഴരുത്, ആടരുത്, ഉറക്കത്തിന് തടസ്സം ഉണ്ടാവരുത് എന്ന നിലയിൽ അങ്ങനെ ഒരുപാട് സമയം നടന്ന് ഏകദേശം നേരം വെളുക്കണ നേരത്ത് വായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്ന് ശക്തമായി ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു. സ്വാഭാവികമായും അബൂ ഖത്താദ താങ്ങി നിർത്തി. താങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർന്നു. അപ്പൊ അബൂ ഖത്താദ ഇങ്ങനെ നടക്കണ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മത്താ കാന ഹാദാ മസീറുക മിന്നി അബൂ ഖത്താദ, ഈ നടത്തം താങ്കൾ എപ്പോ തുടങ്ങിയതാണ്? ഈ നടക്കൽ എപ്പോ തുടങ്ങിയതാണ്? ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതാ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മസാല ഹാദാ മസീരി മിനൽ ലൈല, ഇത് നബിയെ രാത്രി മുഴുവൻ ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നു. മസാല ഹാദാ മസീരി മിനൽ ലൈല മുൻദുൽ ലൈല, രാത്രി നിങ്ങൾ ഉറക്കം തുടങ്ങി ആ സമയത്ത് ഞാൻ ഇങ്ങനെ നടക്കാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഫിളകല്ലാഹു ബിമാ ഹഫിൽത റസൂലി ബിഹി നബിയുഹു, നബിയെ കാത്തുരക്ഷിച്ചതിന്റെ പേരിൽ അള്ളാഹു നിന്നെയും കാത്തുരക്ഷിക്കട്ടെ. ഒരു രാത്രി മുഴുവൻ തന്റെ നേതാവിന്റെ ഉറക്കം നഷ്ടപ്പെടാതെ, നേതാവിന് ആപത്തു വരാതെ പിടിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ. എന്തുകൊണ്ടാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ സ്നേഹിക്കപ്പെട്ടത്? ബഹുദികൾ ലോകത്തെ മാറ്റിമറിച്ച മഹാരഥന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിയ ലോകപ്രശസ്തരായ പല വ്യക്തികളും 100 പേരുടെ പേരെഴുതിയവരുണ്ട്, 50 പേരുടെ പേരെഴുതിയവർ. എങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്താലും അവരൊക്കെയും ഒന്നാമനായി, ലോകത്തെ മാറ്റിമറിച്ചവരിൽ ഒന്നാമനായി എഴുതി വെച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ്. അവരിൽ ഒരാൾ ക്രൈസ്തവ സഹോദരനാണ്. 3-ാം സ്ഥാനത്താണ് യേശു ക്രിസ്തു എന്ന് എഴുതി വെച്ചത്. അയാൾ ദൈവമാണ്, ദൈവപുത്രനാണ് എന്നൊക്കെ വിചാരിച്ച് വിശ്വസിച്ച് ആരാധിക്കുന്നയാളെപ്പോലും 3-ാം സ്ഥാനത്തേക്ക് മാറ്റിയിട്ട് 1-ാം സ്ഥാനത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരെഴുതി വെച്ചത്, അദ്ദേഹം അതിന് ന്യായം പറഞ്ഞത്, ലോകത്ത് ഇത്രമാത്രം വലിയ വിപ്ലവമുണ്ടാക്കിയ, ലോകത്ത് ഇത്രമാത്രം സ്നേഹിക്കപ്പെട്ട
ഇത്രമാത്രം ആദരിക്കപ്പെട്ട മറ്റൊരു വ്യക്തിയുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ എന്നാണ്. പ്രിയപ്പെട്ട മക്കളോട് ഇത്തരമൊരു നേതാവിനെ ഗുരുവായി മാതൃകയായി ഈ കോടിക്കണക്കിന് മനുഷ്യർക്കിടയിൽ നിന്ന് നമുക്ക് മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് എന്നത് നമ്മൾ അന്തസ്സായി കാണേണ്ടതാണ്, നമ്മൾ അഭിമാനമായി കാണേണ്ടതാണ്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ആവാൻ അഭിമാനം തോന്നണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നോക്കൂ നിങ്ങൾ, അത് ശൈശവത്തിലാണെങ്കിലും കൗമാരത്തിലാണെങ്കിലും യൗവനത്തിലാണെങ്കിലും അത് കച്ചവട മേഖലയിൽ ഏർപ്പെട്ടപ്പോഴാണെങ്കിലും വൈവാഹിക മേഖലയിലാണെങ്കിലും ഭരണമേഖലയിലാണെങ്കിലും ആ വ്യക്തിത്വം ആളുകൾക്ക് മുമ്പിൽ തന്റെ ദഅവാ പ്രവർത്തനങ്ങൾ ആദർശ പ്രബോധനം നിർവഹിച്ചപ്പോൾ അതിന് അദ്ദേഹത്തിന് അടിത്തറയായി നിന്നത് ഫഖദ് ലബിസ്തു ഫീകും ഉമറ മിൻ ഖബലിഹി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫഖദ് ലബിസ്തു ഫീകും ഉമറ മിൻ ഖബലിഹി. അല്ല ജനങ്ങളെ, ഞാൻ നിങ്ങൾക്കിടയിൽ ജീവിക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നും അല്ലല്ലോ. കുറെ കാലായില്ലേ ഞാൻ നിങ്ങളെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു പൊട്ട്, ഒരു പോറൽ, ഒരു ന്യൂനത കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ തന്നെയല്ലേ എനിക്ക് അല്ലമീൻ എന്നെൻ്റെ കുഞ്ഞുനാളിൽ പേരിട്ടത്. നിങ്ങൾ തന്നെയല്ലേ എൻ്റെ കൗമാരത്തിൽ എനിക്ക് സ്വാദിഖുൽ മസ്ദൂഖ് എന്ന് പേരിട്ടത്. നിങ്ങളിൽ ചിലർ തന്നെയല്ലേ കച്ചവട രംഗത്ത് എന്നെ കണ്ടു പഠിച്ചതിന്റെ പേരിൽ എനിക്ക് വിവാഹാലോചന നടത്തിയവർ. നിങ്ങൾ തന്നെയല്ലേ പരസ്പരം പോരടിക്കാൻ വാളെടുത്തു നിന്ന കഴവ പൊളിഞ്ഞ സന്ദർഭത്തിൽ എന്നെ മധ്യസ്ഥനാക്കിയത് എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കാണ്. ലോകത്ത് ഏതൊരു നേതാവിനാണ് തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ എന്ന് പറയാൻ ധൈര്യം വന്നത്? നോക്കൂ മനുഷ്യരെ, ലോകമേ, എന്റെ ജീവിതമിതാ നിങ്ങളുടെ കൈകളിൽ. അതിന്റെ ഏറ്റവും ലളിതമായും ഏറ്റവും ഗൗരവതരമായ മേഖലകൾ നിങ്ങളുടെ കൈകളിൽ ഭദ്രമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കാർക്കും അത് പരിശോധിക്കാം. ലൈലുഹാ കനഹാരിഹാ, അതിന്റെ രഹസ്യവും പരസ്യവും വ്യക്തി ജീവിതവും പൊതുജീവിതവും ഭരണമേഖലയും കുടുംബജീവിതയും എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പരിശോധിക്കാം. എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക്, എവിടെയെങ്കിലും ഒരു അയ്യത്തട എന്ന് പറയാൻ പറ്റുന്ന ഒരു ന്യൂനത നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്ന് വെല്ലുവിളിക്കാൻ അഭിമാനത്തോടെ പറയാൻ കഴിഞ്ഞ ഒരു നേതാവിന്റെ അനുയായികളാണ് പ്രിയപ്പെട്ടവരെ മുസ്ലിങ്ങളായ നമ്മൾ. അവിടുത്തെ ഭക്ഷണ മര്യാദകൾ, അവിടുത്തെ വസ്ത്രധാരണ മര്യാദകൾ, അവിടുത്തെ തലമുടിയുടെ സ്റ്റൈല്, അവിടുത്തെ ഉറക്കത്തിന്റെയും ഉണർച്ചയുടെയും ശൈലികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റ മര്യാദകൾ, 4 വയസ്സിന് മുമ്പ് മുലകുടി പ്രായത്തിൽ തന്നെ എടുത്തു വളർത്തിയ ഹലീമത്ത് സഅദിയയുടെ മൂത്ത മകൾ സൈമയെ 55 വർഷത്തിനപ്പുറം മദീനയുടെ ഭരണം കൈയാളുന്ന സമയത്ത് ഹിജ്റ 10-ാം കൊല്ലത്തിൽ സഅദ് ഗോത്രക്കാർ ഇസ്ലാം സ്വീകരിക്കാൻ വന്നപ്പോൾ അക്കൂട്ടത്തിൽ പല്ലുകൊഴിഞ്ഞ, കാഴ്ച കുറഞ്ഞ, കേൾവി കുറഞ്ഞ, വടികുത്തി നടക്കേണ്ടുന്ന, 2 പേർ താങ്ങി നടക്കേണ്ടുന്ന ഒരു വല്യമ്മ കൂടെ കടന്നു വരുന്നു. മദീനയിൽ പ്രമുഖരായ സ്വഹാബത്തോടൊപ്പം സംസാരിച്ചിരിക്കുന്ന നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വരുന്ന വല്യമ്മയെ മനസ്സിലായില്ല. പക്ഷെ ആ വല്യമ്മക്ക് ആരുടെ അരികിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന് നല്ല ഓർമ്മയുണ്ടായിരുന്നു. അവർ വിളിച്ചു, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്കെന്നെ മനസ്സിലായില്ല അല്ലേ? ശബ്ദം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 55 വർഷത്തിനപ്പുറം ആ ശബ്ദത്തിന്റെ ഉടമയെ തിരിച്ചറിയുന്നു. ഇരുന്നിടത്ത് നിന്ന് ചാടിപ്പടന്ന് എഴുന്നേറ്റ് അവരെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് തന്റെ തലയിൽ വിരിപ്പ്,
അവിടെ വിരിച്ച് ആ വിരിപ്പിലിരുത്തി അവരുടെ കാലും കൈയും അങ്ങനെ തടവിക്കൊടുത്ത് അവരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് കണ്ണീരൊഴുക്കി അവർ പോകുന്നത് വരെ അവരെ വിടാതെ കൂടെ നടന്ന് പോകുമ്പോൾ അവരുടെ ഒട്ടകപ്പുറത്ത് അവരെ കയറ്റിവെക്കാൻ സഹായിച്ച് അവർക്ക് ആവശ്യമായ പാരിതോഷികങ്ങളൊക്കെയും കൊടുത്ത് തിരിച്ചു വരുമ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, ആരാണത് നബിയെ? ഇങ്ങനെയൊക്കെ ആദരിക്കാൻ ആരാണത്? ഏതോ ഒരു വല്യമ്മ, ഏതോ ഒരു മരുഭൂവാസി, ഏതോ ഒരു പദവി, ആരാണവർ? സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അതെന്റെ പെങ്ങളാണ്, അതെന്റെ സഹോദരിയാണ്. 4 വയസ്സുവരെ എനിക്ക് എന്റെ ഉമ്മ മുലയൂട്ടാത്ത സമയത്ത് എനിക്ക് മുലയൂട്ടിയ ഹലീമയുടെ മൂത്ത മകളാണവർ. സ്വന്തം പെങ്ങളെ, സ്വന്തം അനിയത്തിയെ, സ്വന്തം മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത നമ്മൾ ഒരു റബീഉൽ അവ്വലിൽ 2 പരക്കം പൊട്ടിച്ചതുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഇല്ല. 40 വയസ്സിനപ്പുറം സ്വന്തം സമൂഹത്തെ വിളിച്ച് തൗഹീദ് പറയുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിക്കുന്ന ഒരു ഉപായം, ഈ മലയുടെ അപ്പുറത്ത് ഒരു കുതിരപ്പട്ടാളമുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവർ വാള് വലിച്ചൂരി. എന്തുകൊണ്ടില്ല? എന്തി അങ്ങനെ നിങ്ങൾ പറയാൻ കാരണം? അവർ പറഞ്ഞത് മാ ജറബ്നാക കദിബയ മുഹമ്മദ് എന്നാണ്. മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നോളം അങ്ങൊരു കളവ് പറഞ്ഞതായി ഞങ്ങൾക്കറിയില്ല എന്നാണ്. നമ്മളോട് തിരിച്ചാണ് പറയാനുണ്ടാവുക. മാ ജറബ്നാക ഇല്ലാ കദിബ എന്ന് നമ്മളിൽ ചിലരോടെങ്കിലും പറയേണ്ടി വരുന്നുണ്ടോ? താങ്കൾ കളവല്ലാതെ മറ്റൊന്നും പറയാറില്ല എന്നിടത്തെത്തി നിൽക്കുന്ന നമ്മൾ എങ്ങനെയാണ് പ്രവാചക സ്നേഹികളാവുക? എങ്ങനെയാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക? എന്തുകൊണ്ടാണ് അൽ-അമീൻ എന്ന് പേര് വന്നത്? വിശ്വസ്തത കൊണ്ട്. എന്തുകൊണ്ടാണ് ആ സ്വാദിഖുൽ മസ്തൂഖ് എന്ന് പേര് വന്നത്? സത്യസന്ധത കൊണ്ട്. ഹജറുൽ അസ്വദ് വെക്കാനുള്ള സമയത്ത് അത് ഞങ്ങളല്ലാതെ മറ്റാരെങ്കിലും വെച്ചാൽ വെക്കുന്നവന്റെ തലവെട്ടുമെന്ന് പറഞ്ഞ ആൾക്കൂട്ടത്തിനിടയിലേക്ക് കടന്നു വരുന്നത് ഒരു 35 വയസ്സുകാരനായ മാതാപിതാക്കളില്ലാത്ത ദാരിദ്ര്യത്തിന്റെ പരകോടി കണ്ട ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു വരുമ്പോ ഇവർ ആഹ്ലാദത്തോടെ എഴുന്നേൽക്കുകയാണ്. റളീനാ ബിഹി ഹാദാ മുഹമ്മദുൽ അമീൻ. ഇനി പേടിക്കാനില്ല, അത് വരുന്നു അൽ-അമീൻ മുഹമ്മദ്. അദ്ദേഹം ഒരു നിലപാട് പറയും, അതെന്താണെങ്കിലും ഞങ്ങൾക്ക് തൃപ്തിയാണ് എന്ന് പറയാൻ പറ്റുന്ന വ്യക്തിത്വമാണ് നമ്മുടെ നേതാവ്, നമ്മുടെ ഗുരുഭൂതർ. ആ ഗുരുവിനെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ആ പ്രവാചകനിലാണ് നിങ്ങൾക്ക് മാതൃകയുള്ളത്. ആ പ്രവാചകനാണ് നിങ്ങളുടെ റോൾ മോഡൽ. മറ്റെവിടെ കാണുന്നതിനേക്കാൾ മികച്ച റോൾ മോഡൽ ആ പ്രവാചകനാകുന്നു. നോക്ക് നിങ്ങൾ, ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് സ്വഹാബത്ത് ചോദിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രകൾ കഴിഞ്ഞു വരുമ്പോൾ ആദ്യം എന്താ ചെയ്യാം? ആദ്യം എന്താ ചെയ്തത്? എന്റെ ഭാര്യയോട് ചോദിച്ചാൽ എന്താ പറയാ? ആ മൂപ്പർക്ക് പലവട്ടം വരുമ്പോ പല തോന്നിയമായിരിക്കാരെന്നല്ല പറയാ, ആണല്ലോ. പക്ഷെ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉറച്ചു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര കഴിഞ്ഞ് പള്ളിയിലേക്കാണ് വരിക. പള്ളിയും വീടും ഒന്നാണല്ലോ. പള്ളി കയറി 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കും. എന്നിട്ട് വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് ആ എറയത്ത് കയറി ഇരിക്കണം, മിസ്വാക്ക് എടുക്കും, അറാക്കിന്റെ കൊള്ളി. എന്നിട്ട് അതിന് പല്ല് തേക്കലായിരുന്നു ആദ്യം ചെയ്യാ. തറക്തുകും അലൽ മഹജ്ജത്തിൽ ബൈളാ. വളരെ നിസ്സാരമായ കാര്യങ്ങൾ പോലും ഒരു മനുഷ്യന്റെ 23 വർഷത്തെ പ്രവാചക ജീവിതത്തിലും അതിനു മുമ്പുള്ള 40 വർഷത്തെ ജീവിതത്തിന്റെ നിമിഷങ്ങളും നിമിഷാർത്ഥങ്ങളും രേഖപ്പെടുത്തപ്പെടുക. എന്നിട്ട് ആ രേഖകളെ വെച്ചൊരു മനുഷ്യൻ അഭിമാനം കൊള്ളുക. അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ മാത്രം അവകാശപ്പെട്ട അത്ഭുതമാണ് പ്രിയപ്പെട്ടവര്. പല്ല് തേക്കുക. മറ്റൊന്ന് പറഞ്ഞ എന്താണെന്നറിയങ്ങള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ല് തേക്കുമ്പോഴുള്ള ശബ്ദം എങ്ങനെയായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ വിശദീകരിച്ചു തരികയാണ്. ഒരു മനുഷ്യൻ പല്ല് തേക്കുന്ന ശബ്ദം പോലും
രേഖപ്പെടുത്തി വെക്കുക. ആ രേഖകളെ അടിസ്ഥാനമാക്കി ലോകത്തോട് ആ മനുഷ്യൻ അഭിമാനം കൊള്ളുക. അന്വേഷിക്കുവിൻ, പരിശോധിക്കുവിൻ, വിശകലനം ചെയ്യുവിൻ, ചർച്ച ചെയ്യുവിൻ. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്നെക്കുറിച്ച് വല്ലതും മോശമായി കാണാൻ കഴിയുമോ? ഇല്ലെങ്കിൽ നിങ്ങൾ അറിയുക, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ. റബ്ബിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവിടെയാണ് മാതൃക. ഭക്ഷണം കഴിച്ചത് വലത് കൈ കൊണ്ടാണ്, വെള്ളം കുടിച്ചത് വലത് കൈ കൊണ്ടാണ്, ഭക്ഷണം കഴിക്കേണ്ടതും വെള്ളം കുടിക്കേണ്ടതും വലത് കൈ കൊണ്ടാണെന്ന് പറയുക മാത്രമല്ല, ഇടത് കൈ കൊണ്ട് കുടിക്കരുത്, തിന്നരുത് എന്ന് പോലും പറഞ്ഞു. പക്ഷെ നമ്മള് ഡിസ്പോസിബിൾ ഗ്ലാസ് ആണെങ്കിൽ പോലും, ബാക്കി ഞാൻ പറയണ്ടല്ലോ, ഡിസ്പോസിബിൾ ഗ്ലാസ് ആണെങ്കിൽ പോലും വീട്ടിലെ ഡൈനിങ് ടേബിളിൽ 10 ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഡൈനിങ് ടേബിൾ മൊത്തത്തിൽ വൃത്തികേടായാലും ആ ഗ്ലാസും 2 വറ്റാകണതാണ് വലിയ പ്രശ്നം അല്ലേ? അതാക്കാൻ വാപ്പ സമ്മതിക്കൂല, ഇമ്മ സമ്മതിക്കൂല, മക്കളുടെ അഭിമാനബോധം അതിന് അനുവദിക്കുകയുമില്ല. ആകെ കൂടെ നമ്മൾ സംസ്കാര ശൂന്യരായി പോയി. അപ്പൊ ഈ ഡൈനിങ് ടേബിൾ അത് വിഷയമല്ല അവിടെ അല്ലേ? അവിടെ നമുക്ക് മറ്റാരൊക്കെയാണ് വസ്ത്രം ധരിക്കുമ്പോ ആദ്യം വലതുഭാഗത്ത് നിന്ന് തുടങ്ങുവീൻ എന്ന് പറഞ്ഞു. ഐഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാ, കാന യുഅ്ജിബുഹു തയമ്മുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലത് ഭാഗത്തിന് കൊടുത്തിരുന്ന മുൻഗണന അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഫീ തനഉലിഹി വതനബ്ബുസിഹി വതറജ്ജുലിഹി വഫീ ശൈനിഹി കുല്ലിഹി. വസ്ത്രം ധരിക്കുകയാണെങ്കിലും, ചെരുപ്പ് ധരിക്കുകയാണെങ്കിലും, മുടി ചെയ്യുകയാണെങ്കിലും, ഭക്ഷണം കഴിക്കുകയാണെങ്കിലും, വെള്ളം കുടിക്കുകയാണെങ്കിലും വലതുഭാഗത്തിന് കൊടുത്തിരുന്ന മുൻഗണന അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു എന്ന് ഒരു മനുഷ്യന്റെ ജീവിതത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാൻ കഴിയുക എന്നത് നമ്മുടെ മക്കള് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? ആ വ്യക്തിത്വത്തിന്റെ വിശുദ്ധിയിൽ നിന്നുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വസിദ്ക, മുഅ്മിനീങ്ങളെ, എന്റെ അനുയായികളെ, നിങ്ങൾ സത്യസന്ധത പുലർത്തണം അല്ലേ? ജീവിതത്തിൽ എല്ലാ മേഖലയിലും സത്യസന്ധത പുലർത്തണം. അത് മിസ്കാത്തി പറഞ്ഞ മൂപ്പരിപ്പ് എന്നെ ഇപ്പൊ സത്യസന്ധനായി ഇതാ ചോദിക്കാം അല്ലേ? പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ പിന്നീട് അവിടെ തിരിച്ചു പറയാനില്ല. കാരണം ജീവിതത്തിൽ ഒരിക്കലും സത്യസന്ധമല്ലാത്ത യാതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ലോകം മുഴുവൻ അദ്ദേഹത്തോട് ഇങ്ങോട്ട് പറയുകയാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇയ്യാകും വസ്വിദ്ക, എന്നാ പിന്നെ നിങ്ങളും സത്യസന്ധന്മാരാവണം. ജന്ന, അത് നിങ്ങളെ സ്വർഗ്ഗത്ത്, സത്യസന്ധത നിങ്ങളെ പുണ്യവാന്മാരാക്കും. പുണ്യം ചെയ്ത് ജീവിക്കുന്ന സ്വഭാവം നിങ്ങളെ സ്വർഗാവകാശികളാക്കും. വയ്യാക്കും വൽ ഖദിബ, കള്ളത്തരം ഒഴിവാക്കണം. ഫൈനൽ ഖദിബ യഹ്ദി ഇലൽ ഫുജൂർ, അത് നിങ്ങളെ വൃത്തികെട്ടവരാക്കും. ഫൈനൽ ഫുജൂറ യഹ്ദി ഇലൻ നാർ, ആ വൃത്തികേട് നിങ്ങളെ നരകത്തിലും എത്തിക്കും. പ്രിയപ്പെട്ടവരെ, വാക്കിലും നോക്കിലും പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും ഇടപാടിലും ചിന്തകളിലും കാഴ്ചയിലും കേൾവിയിലും സത്യസന്ധത വേണം. നമ്മുടെ മൊബൈൽ ഫോണുകൾ, നമ്മുടെ ഇന്റർനെറ്റ് കണക്ഷനുകൾ, എന്തെല്ലാം വൃത്തികേടുകളാണ് അവിടെ കാണാനുള്ളത്, കേൾക്കാനുള്ളത്. നമ്മുടെ യൗവനം എന്തെല്ലാമാണ് അത് കാണുന്നത്, കേൾക്കുന്നത്, എങ്ങനെയെല്ലാമാണ് അത് ദുരുപയോഗിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്നിട്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. പടച്ചവനെ പേടിക്കുവീൻ മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ പടച്ചവനെ പേടിക്കുവീൻ. വകൂനൂ മഅസ്സാദിഖീൻ, എന്നിട്ട് സത്യസന്ധരുടെ കൂടെ ഉറച്ചു നിൽക്കുകയും ചെയ്യുവീൻ. മറ്റൊരിടത്ത് കാണാം, വഖൂലൂ ഖൗലൻ സദീദാ, പറയുന്നത് സത്യമായിരിക്കാൻ ശ്രമിക്കുവീൻ, ശ്രദ്ധിക്കുവീൻ എന്ന് പറഞ്ഞു. ഖുലിൽ ഹഖ്ഖ വലൗ കാന മുർറ എന്ന് പറഞ്ഞു. എന്ത് തിരിച്ചടികൾ ഉണ്ടായാലും സത്യമല്ലാതെ പറയരുത്. നോക്കൂ നിങ്ങൾ, സത്യസന്ധത, അതിന് ഊന്നൽ കൊടുക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, പ്രിയപ്പെട്ട യുവത, എന്തെല്ലാമാണ് ജീവിതത്തിൽ സത്യസന്ധതക്ക് നിരക്കാത്തതുള്ളത് എന്നത് നമ്മൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നമസ്കരിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, നമ്മൾ താടി വളർത്തുന്നു, നമ്മൾ പർദ്ദയും അഫ്തയും ധരിക്കുന്നു, നമ്മൾ എല്ലാ തരത്തിലുള്ള നന്മകളും ചെയ്യുന്നു. പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ ചിന്തകളിൽ, കാഴ്ചയിൽ, കേൾവിയിൽ, ഇടപാടുകളിൽ സത്യസന്ധമല്ലാത്തത് വല്ലതുമുണ്ടെങ്കിൽ നോക്കൂ നിങ്ങൾ, അതിന്റെ പ്രാധാന്യം സല്ലല്ലാഹു പറയാ, വൈലുൻ ലിമൻ യുഹദ്ദിസു ഫയക്ദിബു ലിയുൽഹിക ബിഹിന്നാസ്.
വൈലുല്ലഹു വൈലുല്ലഹു എന്ന്. ഒരാൾ തമാശ പറയുന്നു, വെറുതെ ഒരു തമാശ പറഞ്ഞതാണ്. എന്താണ് അയാളുടെ ഉദ്ദേശം? ലിയുളഹിക ബിഹിന്നാസ്, കേൾവിക്കാരനൊരു ചിരി ഉണ്ടാക്കണം, ആ ചിരിക്കാൻ വേണ്ടിയിട്ടാ. അതിന് അയാൾ ഒരു കളവും കൂടെ അതിൽ കൂട്ടി പറഞ്ഞു. വൈലുൽ ലിമൻ യുഹദ്ദിസു ഫയക്ദിബു ലിയുളഹിക ബിഹിന്നാസ്. അങ്ങനെ ഒരു തമാശക്ക് വേണ്ടിയെങ്കിൽ ഒരു കളവ് പറഞ്ഞ് മറ്റുള്ളവരെ ചിരിപ്പിക്കാനുള്ള ശ്രമമാണെങ്കിൽ പോലും വൈലുല്ലഹു വൈലുല്ലഹു, അവൻ നശിച്ചു പോകും, അവൻ നശിച്ചു പോകും, അവന് നരകമാണുള്ളത് എന്ന് പറഞ്ഞു. ഒരു വല്യമ്മ വടിയും കുത്തി കൂനിക്കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. അപ്പോ അവരിങ്ങനെ പലതും ചോദിച്ച കൂട്ടത്തിൽ അവർ പറഞ്ഞു, ഞാനിപ്പം മരിച്ചാൽ എവിടെ പോകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അജൂസുകളൊന്നും വല്യമ്മമാരൊന്നും സ്വർഗത്തിൽ പോകൂല. അവരാണ് നിലവിളിച്ചു പോയി. അപ്പൊ നിങ്ങളെന്തിനപ്പോ കരയണമെന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല, നിങ്ങളിപ്പോ വല്യമ്മമാര് സ്വർഗത്തിൽ പോകൂല എന്നാണല്ലോ പറഞ്ഞത്, എന്താപ്പോ ഞാൻ ചെയ്യുക? അതിന്റെ ബേജാറ് കൊണ്ടാണ്. അവൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിൽ പോകൂല എന്ന് പറഞ്ഞില്ലല്ലോ, സ്വർഗത്തിൽ പോകുമ്പോ ആരും വല്യമാരാവൂല എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ പറഞ്ഞത്, ഒക്കെ ചെറുപ്പക്കാരായിട്ടാണ് പോകുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ പറഞ്ഞത്, ഒരു തമാശ പറഞ്ഞതാ. അപ്പൊ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു ബാക്കിൽ നിന്ന്, സുബ്ഹാനല്ലാഹ് വഅൻത തംസഹു യാ റസൂലല്ലാഹ്, അള്ളാന്റെ ദൂതരെ നിങ്ങളിപ്പോ തമാശയും പറയാൻ തുടങ്ങിയോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പറയാണ്, വല്ലാഹി ലാ അഖൂലു ഇല്ലാ ഹഖ്ക, ഞാൻ തമാശ പറഞ്ഞു എന്ന് വരും, പക്ഷെ അപ്പോൾ പോലും സത്യമല്ലാതെ നാവ് കൂടെ ഒന്നുകൊണ്ട് വരൂല. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, ഒരു പ്രവാചകൻ മാത്രമാണ്, ഒരു പ്രവാചകൻ മാത്രമാണ്. അത് ഖലത്ത് മരണപ്പെട്ടു പോയൊരു പ്രവാചകൻ. എന്നിട്ടല്ല പറയാ, അഫ ഇമ്മാത ഔ ഖുതില ഇൻഖലബതും അലാ അഖാബികും, ആ പ്രവാചകൻ മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ പിൽക്കാലക്കാരായി നിങ്ങൾ ആ പ്രവാചകന്റെ ജീവിത മാതൃകയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുമോ? ആ പ്രവാചകന്റെ ജീവിത മാതൃകയെ നിങ്ങൾ പുറങ്കാലുകൊണ്ട് തട്ടിയെറിയുമോ? ഇൻഖലബതും അലാ അഖാബികും, എന്നിട്ടല്ല പറഞ്ഞതറിയോ, വമയൻഖലിബു അലാ അഖിബൈഹി, ആ ദൂതരുടെ മാതൃകയിൽ നിന്ന് ആരെങ്കിലും പിന്നോക്കം പോയാൽ, അതിനെ പുറങ്കാലുകൊണ്ട് അവഗണിച്ചാൽ, ഫലയളുറല്ലാഹ ശൈഅ, അള്ളാഹ്ക്ക് അതുകൊണ്ട് ഒന്നും വരാൻ പോണില്ല. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവിന് അതുകൊണ്ട് ഒന്നും വരാൻ പോണില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവർ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എന്നിട്ട് അല്ലാഹ് പറയാ, വസയജിസില്ലാഹു ശാകിരീൻ, ഇത്ര മഹാനായ ഇത്ര വിശുദ്ധനായ ഒരു മനുഷ്യനെ നേതാവാക്കി മാതൃകയാക്കി തന്ന് ആ മനുഷ്യന്റെ അനുയായികളായി ജീവിക്കാൻ സാധിച്ചതിൽ നിങ്ങൾ നന്ദിയുള്ളവരാവണം. ആ നന്ദി നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധങ്ങളായ മേഖലകളിൽ ഉണ്ടാവണം. അവർക്ക് അള്ളാഹുവിന്റെ ഉത്തമമായ പ്രതിഫലം ലഭിക്കും. ഇത്തരക്കാരിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു യാ റബ്ബന. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അമ്മാ ബഅദ അയ്യുഹൽ ഇഖ്വാൻ ഇത്തഖുല്ലാഹ വകൂനൂ ഇബാദല്ലാഹ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പരമാവധി ആദരവോടെ സൂക്ഷ്മതയോടെ നിലനിർത്തി മരിച്ച് സത്യവിശ്വാസികളുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗപ്രവേശനം സിദ്ധിക്കുന്നതിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിൻ്റെ ഷർത്തുകളാണ് നമ്മൾ പറഞ്ഞു വന്നത്. നിയ്യത്ത്, അതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും അതിൻ്റെ ഗൗരവവും നമ്മൾ ഉൾക്കൊണ്ടു. നമസ്കാരത്തിൽ വുളൂ നിർബന്ധമാണ് എന്നും വുളൂവിൻ്റെ പൂർണ്ണമായ രൂപം വുളൂ എടുക്കുമ്പോൾ പരമാവധി ശ്രദ്ധിക്കണമെന്നും വുളൂ ചെയ്യുന്നതിലെ വീഴ്ച നമസ്കാരത്തിൻ്റെ സ്വീകാര്യതയെ തന്നെ ബാധിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. മറ്റൊരു ഷർത്ത് സമയമാവുക എന്നാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നമസ്കാരം സമയം നിർണയിക്കപ്പെട്ട രൂപത്തിൽ നിർബന്ധമാകുന്നു. ആ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഒരു ഹദീസ് പണ്ഡിതന്മാർ വെച്ചിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വരും. എന്നിട്ട് നബിയെ കൊണ്ട് ഉളു എടുപ്പിച്ച്
നബിക്ക് ഇമാമായി നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹം പോയി. അടുത്ത ദിവസം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്, ഇന്നലെ വന്നതിനേക്കാൾ കുറച്ചുകൂടെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നത്. എന്നിട്ട് ഇതുപോലെ തന്നെ ഒന്നുമെടുത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, യാ മുഹമ്മദ് മാ ബൈന ഹാദാ വഹാദാ സ്വലാത്തുൽ ളുഹർ. നബിയെ, ഇന്നലെ നമ്മൾ നിസ്കരിച്ചല്ലോ, അതാണ് ളുഹറിന്റെ ആദ്യ സമയം. ഇപ്പൊ നമ്മൾ നിസ്കരിച്ചല്ലോ, ഇതാണ് ളുഹറിന്റെ അവസാന സമയം. ഇതിന്റെ ഇടയിലാണ് ളുഹർ നിസ്കരിക്കേണ്ടത്. എന്താ അതിന്റെ അർത്ഥം? നമുക്ക് തോന്നുമ്പോൾ ചെയ്യാനുള്ളതല്ല നമസ്കാരം എന്നർത്ഥം. അയ്യുൽ അഅ്മാലി അഫ്ളൽ എന്ന ചോദ്യത്തിനും അയ്യുൽ അഅ്മാലി ഖൈർ എന്ന ചോദ്യത്തിനും അയ്യുൽ ഇസ്ലാമി അഫ്ളൽ എന്ന ചോദ്യത്തിനും ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന ഏത്, ഏറ്റവും ഉത്തമമായ ആരാധന ഏത്, ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്ലാം ഏത് എന്ന 3 ചോദ്യം വന്നപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അസ്സലാത്തു അലാ വഖ്തിഹ എന്ന ഒന്നാമത്. അസ്സലാത്തു അലാ വഖ്തിഹ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. പിന്നെ പ്രിയപ്പെട്ടവർ, നമസ്കാരം ഒരു കാരണവശാലും ആ സമയത്തിന് മുമ്പോ ആ സമയത്തിന് ശേഷമോ ജമ്മു കസറുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിലല്ലാതെ നിർവഹിക്കാവതല്ല. ബാങ്ക് വിളിച്ചിരിക്കുന്നു, നമസ്കരിക്കാൻ സമയമായിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. നമസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു പോകുന്നില്ല എന്നും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സമയത്തിന് മുമ്പുള്ളതും സമയത്തിന് ശേഷമുള്ളതും കാരണമില്ലാത്തത് സ്വീകരിക്കപ്പെടുകയില്ല. ഇത് ഷർത്തുകളുടെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച നമ്മൾ പറഞ്ഞു, എന്താണ് ഷർത്തുണ്ടായി എന്നതുകൊണ്ട് ഇബാദത്ത് നിർബന്ധമാവുകയില്ല. പക്ഷെ ഷർത്തില്ലെങ്കിൽ ഇബാദത്ത് സ്വീകാര്യമാവില്ല. വുളു ഉണ്ടായി എന്നതുകൊണ്ട് നമസ്കാരം നിർബന്ധമല്ലല്ലോ. പക്ഷേ വുളു ഇല്ലാതെ നമസ്കാരം ശരിയാവുകയില്ല. അതാണ് ഷർത്തിന്റെ പ്രത്യേകത. അപ്പൊ ഇബാദത്ത് സ്വീകാര്യമാവണമെങ്കിൽ ഷർത്തുകൾ അങ്ങേയറ്റം ഗൗരവത്തോടുകൂടി നമ്മൾ പരിഗണിക്കണം, അത് ശ്രദ്ധിക്കണം, അത് അതേ രൂപത്തിൽ തന്നെ പിന്തുടരാൻ നമുക്ക് സാധിക്കുകയും വേണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും ആദരവോടെ ഏറ്റവും ബഹുമാനത്തോടെ അഭിസംബോധനകളിൽ പോലും ആദരവും ബഹുമാനവും സൂക്ഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പരമാവധി വിശദമായി പഠിച്ച് അവിടെ നിന്ന് നമുക്ക് പിൻപറ്റാൻ കഴിയുന്ന മാതൃകകളെല്ലാം വളരെ ബഹുമാനത്തോടെ ആദരവോടുകൂടി പിൻപറ്റുവാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ട അനുയായികളായി മരണപ്പെടുവാൻ, അതുവഴി അള്ളാഹുവിന്റെ തൃപ്തി നേടുന്ന മുഅ്മിനുകളായി തീരുവാൻ, മുത്തഖികളായി തീരുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിതത്തിന്റെ ചെറുതും വലുതുമായ എല്ലാ മേഖലകളിലേക്കുമുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകകളാണ് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടുകൂടി 14 നൂറ്റാണ്ടായി നിലനിൽക്കുന്നത് എന്ന അഭിമാനബോധം നിലനിർത്തിക്കൊണ്ട് ആ സുന്നത്തുകളെ, ആ മാതൃകകളെ ഏത് സദസ്സിന് മുമ്പിലും കൈവിടാതെ യാതൊന്നിന്റെ പേരിലും ആ സുന്നത്തിനോട് അവഗണന കാണിക്കാത്ത രൂപത്തിൽ ശരിയായ സുന്നികളായി, സുന്നത്തിനെ പിന്തുടരുന്നവരായി ജീവിക്കാനും മരിക്കാനും ഇടയാകുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും നമ്മുടെ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഏറ്റവും മെച്ചപ്പെട്ട സത്യസന്ധതയും വിശ്വസ്തതയും സ്വഭാവ മാതൃകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണെന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞത് ലോകത്ത് 14 നൂറ്റാണ്ടുകളായി അതിനെതിരഭിപ്രായമില്ല ശരിയായ രൂപത്തിൽ എന്നത് നമ്മെ അഭിമാനം കൊള്ളിക്കുന്നതോടൊപ്പം ആ മാതൃകകൾ നമ്മുടെ പരലോക വിജയത്തിന് കൂടി വേണ്ടിയുള്ളതാണ് എന്ന് തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ മനസ്സുകൾക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളും റബ്ബ് നമുക്ക് ശിഫയാക്കി തരുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാലിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ വ അജ്ർ വാലിദീനാ വ അഖ്രിനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഹ്യിനാ മുസ്ലിമീന വ അമിത്നാ മുസ്ലിമീന വ അൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
واغفر لنا ذنوبنا وخطايانا يا غافر المذنبين وصلى الله وسلم على محمد.